ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇന്ന് നിങ്ങളോട് കുറച്ച് സമയം സംവദിക്കാൻ കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. നമ്മളെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു പ്രഭാഷകയൊന്നുമല്ല, ഒരു ഗീതാമൃതം കുടുംബത്തിലെ വിദ്യാർത്ഥിയാണ്. ഗീതാമൃതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ പ്രഭാഷണ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും മഹത്തായ ഒരു അവസരം ഒരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികളോടും അതുപോലെ എന്നെ ഈ നിലയിലേക്ക് കൈപിടിച്ചുയർത്തിയ എൻ്റെ സ്വന്തം ഗുരുനാഥനായ ശ്രീ ഷിനോജ് മാസ്റ്റർക്കും അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഒരു സാദര നമസ്കാരം. നമുക്കറിയാം, ഇപ്പോൾ എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെയും തെയ്യങ്ങളുടെയും സമയമാണ്. നമ്മളിവിടെ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഒത്തുചേർന്നിട്ടുള്ളത്. ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യം എന്ന് പറയുന്നത് മഹാദേവനാണ്. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് കിട്ടിയൊരു അവസരമായിരുന്നു എനിക്ക് ഒരു വേദി എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം പ്രഭാഷണത്തിന് എത്തിയ കുട്ടിക്ക് വരാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റാത്തത് കൊണ്ട് സാർ എന്നെ ഇന്നലെ വിളിച്ച് പറയുകയായിരുന്നു, ദർശനെ ഇങ്ങനെ ഒരു പ്രഭാഷണം ഉണ്ട്, ചെയ്യാൻ വേണ്ടി പറ്റൂലേ? ഞാൻ ഒന്നും ചിന്തിച്ചില്ല, പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ആ മാഷെ ഞാൻ ഉറപ്പായിട്ടും വരാം, എനിക്ക് കുഴപ്പമില്ല എന്ന്. അങ്ങനെ ഏറ്റെടുത്തൊരു ദൗത്യമായിരുന്നു ഈ ഒരു പ്രഭാഷണം ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇത്രയൊരു സമയത്തിനുള്ളിലാണ് ഞാൻ ഈ ഒരു മുഴുവൻ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ധന്യമായ വേദിയിൽ ഇരുന്നു കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് ശിവൻ, എന്താണ് ശിവകുടുംബത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. നമുക്കറിയാം, ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 33 ദേവന്മാരുണ്ട്. അതിൽ നമ്മൾ ഒരു ദേവനെയാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവനായി കണക്കാക്കുന്നത്. ശിവൻ എന്ന പദത്തിന്റെ അർത്ഥം മംഗളകാരി എന്നാണ്. തലയിൽ ഗംഗയെ ധരിച്ച് ലോകത്തെ തണുപ്പിക്കുന്നവരും കണ്ടത്തിൽ വിഷത്തി അടക്കി ലോകത്തെ സംരക്ഷിക്കുന്നവരുമാണ് ശിവൻ എന്ന് പറയുന്നത്. ശിവൻ കേവലം ഒരു ദൈവം മാത്രമല്ല, ഒരു കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ഗൃഹനാഥനുള്ള ഉത്തമമായ ഉദാഹരണം കൂടിയാണ്. ശിവനെ കുറിച്ച് പറയുമ്പോൾ ശിവകുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമാണ്. എന്താണ് ശിവകുടുംബം? ഭാരതീയ ഹൈന്ദവ മതത്തിലെ മാതൃകാ കുടുംബം എന്ന സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് ശിവകുടുംബമാണ്. ശിവകുടുംബം എന്ന് പറയുന്നത് ഒരു അണുകുടുംബമാണ്. അതായത് അച്ഛനും അമ്മയും മക്കളും ചേരുന്ന ഒരു കൊച്ചു കുടുംബം. അതായത് ശിവനും പാർവതിയും തന്റെ മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനും ചേരുന്ന ഒരു കൊച്ചു കുടുംബമാണ് ശിവകുടുംബം എന്ന് പറയുന്നത്. ശിവകുടുംബത്തിലെ നമ്മൾ ഓരോ ആൾക്കാരെ എടുത്തു നോക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ശിവൻ എന്ന് പറയുന്നത് സന്യാസ സ്വഭാവമുള്ളൊരു ദേവനാണ്. എന്നാൽ പാർവതി ആകട്ടെ മാതൃത്വത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അതുപോലെ ശക്തിയുടെയും പ്രതീകമാണ്. എന്നാൽ ഗണപതി ബുദ്ധിയുടെയും വിവേകത്തിന്റെയും പ്രതീകമാണ്. സുബ്രഹ്മണ്യനാകട്ടെ ഐശ്വര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകവും. ഒരു കുടുംബത്തിൽ ആൾക്കാർ വരുന്ന സമയത്ത് അവർ പരസ്പരം സ്വഭാവ സവിശേഷതകൾ ഉള്ളതാണ്, വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ്. അതുപോലെ തന്നെ ശിവകുടുംബത്തിലെ അവരുടെ വാഹനങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്കറിയാം ശിവന്റെ വാഹനം എന്ന് പറയുന്നത് നന്ദി എന്നു പേരുള്ള കാളയും അതുപോലെ പാർവതിയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹവും ഗണപതിയുടെ വാഹനം എന്ന് പറയുന്നത് എലിയും സുബ്രഹ്മണ്യന്റെ വാഹനം എന്ന് പറയുന്നത് മയിലുമാണ്.
ഇവരുടെ വാഹനം ഒരു ആഹാര ശൃംഖലയുമായി താരതമ്യപ്പെടുത്തി നമ്മൾ പറയുന്ന സമയത്ത് സിംഹത്തിന്റെ ഭക്ഷണമാണ് കാള എന്ന് പറയുന്നത്. ഒരു പാമ്പും എലിയും മയിലിന്റെ ഭക്ഷണമാണ്. എന്നാൽ ആഹാര ശൃംഖലയിൽ പരസ്പര ശത്രുക്കൾ ഒരു കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്നു എന്ന വലിയൊരു തത്വം നമുക്ക് ശിവകുടുംബത്തിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ശിവകുടുംബം നമ്മെ പഠിപ്പിക്കുന്നത് വ്യത്യാസങ്ങളെ അംഗീകരിക്കുക എന്നതാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പോലും ചെറിയ പ്രശ്നങ്ങൾ വലിയ കുഴപ്പങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അമ്മ മകനെ വെട്ടിക്കൊല്ലുകയും മകൻ അമ്മയെ വെട്ടിക്കൊല്ലുകയും ഒരു ഫേസ് ക്രീം എടുത്ത് മാറ്റിയതിന്റെ പേരിൽ മകൾ അമ്മയെ നട്ടെല്ലടിച്ചു കൊന്ന കേസ് പോലും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരിക്കലും ശിവകുടുംബത്തെ നമ്മുടെ കുടുംബവുമായി നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. ഒരുപാട് നമ്മുടെ ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് വിശാലമായ ആശയങ്ങളും വിശാലമായ ഗ്രന്ഥങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ആരും അത് പഠിക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനോ തയ്യാറാകുന്നില്ല. ഇനി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മളൊരു കുടുംബം ശിവകുടുംബമായി നിലകൊള്ളണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 5 പ്രധാന കടമകളാണ് അല്ലെങ്കിൽ കർത്തവ്യങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചമഹായജ്ഞത്തില് 5 യജ്ഞങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യത്തെ യജ്ഞം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞമാണ് അല്ലെങ്കിൽ ഋഷിയജ്ഞമാണ്. കുറച്ചു നേരമെങ്കിലും തങ്ങളുടെ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നതാണ് ഋഷിയജ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സമൂഹത്തിനെ 3 തരത്തിൽ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. നമുക്കറിയാവുന്നതാണ് അതായത് ക്രിസ്ത്യരുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിൾ ആണ്. എന്നാൽ മുസ്ലിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആൻ ആണ്. എന്നാൽ ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണ്? ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയണമെന്നില്ല. കാരണം ഇപ്പോഴും നമ്മളടക്കം വിചാരിച്ചിരിക്കുന്നത് രാമായണമോ ഭാഗവതമോ ആണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്നാണ്. പക്ഷേ ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കിയിട്ടുള്ളത് വേദങ്ങളാണ്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് 108 ഉപനിഷത്തുക്കളുണ്ട്. ഈ 108 ഉപനിഷത്തുക്കളെ പഠിച്ചവർക്ക് ഹൈന്ദവ മതത്തിന്റെ സാംസ്കാരികത എന്തെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഉപനിഷത്തുക്കളിലാണ് തത്വമസി, ഞാൻ നീയാകുന്നു, അതുപോലെ അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം ഞാനാകുന്നു എന്നീ 2 മഹത് വചനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ ഒരു ഉപനിഷത്തുക്കളും വേദങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വേദങ്ങളൊക്കെ വളരെ കടുകട്ടിയുള്ള വാക്കുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഹൈന്ദവ മതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആയിരക്കണക്കിന് മതഗ്രന്ഥങ്ങൾ ഉണ്ട് എന്നതാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ ഹൈന്ദവ മതത്തിനുണ്ട്. കടുകട്ടിയായുള്ള വാക്കുകൾ ഉപയോഗിച്ചതും അതുപോലെ തന്നെ ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ചുറ്റുമുന്നുണ്ട്. നമ്മൾ ആരും അത് അറിയുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രധാന ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. അതായത് മാനവരാശിയുടെ വിജയ ഗ്രന്ഥമായ ശ്രീമദ് ഭഗവത്ഗീത. അതുപോലെ വാക്കിന്റെ വില പറഞ്ഞു തരുന്ന രാമായണം, നമ്മുടെ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗവതം തുടങ്ങിയവ. ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അല്പനേരമെങ്കിലും പഠിക്കുകയും വരും തലമുറയിലേക്ക് കഥയായോ കവിതകളായോ അല്ലെങ്കിൽ തമാശകളായോ പറഞ്ഞു കൊടുക്കുക എന്നതാണ് ബ്രഹ്മയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത യജ്ഞം എന്ന് പറയുന്നത് പിതൃയജ്ഞമാണ്. സ്വന്തം മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. ഈ പിതൃയജ്ഞത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പലപ്പോഴും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ലോകത്തെ വലം വയ്ക്കാൻ പരമശിവനും അതുപോലെ പാർവതിയും തന്റെ മക്കളോട് പറഞ്ഞ സമയത്ത് ഗണപതി തന്റെ മാതാപിതാക്കളെ 3 തവണ വലം വെച്ചത്. ആ ഒരു കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പിതൃയജ്ഞത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നതും ഗണപതി തന്നെയാണ്. കാരണം സ്വന്തം മാതാപിതാക്കൾ
സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് പിതൃയജ്ഞം എന്നതും അവരുടെ മരണശേഷം അവർക്ക് വേണ്ട ബലികർമ്മങ്ങൾ ചെയ്യുക എന്നതുമാണ് പിതൃയജ്ഞത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് പല മക്കളും മാതാപിതാക്കളെ മറക്കുന്നു. നമുക്കറിയാം, സുബ്രഹ്മണ്യൻ ലോകം ചുറ്റുന്നത് പോലെയാണ് ഇന്ന് മക്കൾ തങ്ങളുടെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി പുറം രാജ്യങ്ങളിലേക്കും ദൂരദേശങ്ങളിലേക്കും പോകുന്നത്. പുരോഗമനം ഒക്കെ നല്ലതാണ്. പക്ഷേ പുരോഗമനത്തിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിന്റെ നിഴലായി നിന്ന, സ്നേഹത്തിന്റെ വെളിച്ചമായി നിന്ന മാതാപിതാക്കളെ മറന്നുകൊണ്ടാകരുത് ഒരിക്കലും നമ്മൾ പുരോഗമനത്തിന് പുറപ്പെടേണ്ടത്. ഇന്ന് എല്ലാവരും പഴയ സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വാങ്ങുക എന്നൊരു ചിന്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിന്ത ഇപ്പോൾ നമ്മുടെ ബന്ധങ്ങളിലേക്കും കയറി വരുന്നു എന്നതാണ് മറ്റൊരു സത്യം. അതായത് മാതാപിതാക്കൾക്ക് പ്രായമാകുന്ന സമയത്ത് മക്കൾക്ക് അവർ ഒരു ബാധ്യതയായി മാറുകയാണ്. അങ്ങനെ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുകയും അവർക്ക് വേണ്ട പണം അവിടെ ചിലവാക്കുകയും ചെയ്യുന്നു. അതല്ല ഒരിക്കലും പിതൃയജ്ഞം എന്ന് പറയുന്നത്. പണമല്ല, മറിച്ച് സമയമാണ് പിതൃയജ്ഞം എന്നൊരു മഹത്തായ തത്വം പിതൃയജ്ഞം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന 5 സെക്കൻഡ് ആവാം, 5 മണിക്കൂറാവാം, അല്ലെങ്കിൽ 5 മിനിറ്റ് ആവാം. ഇതാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കർമ്മം ചെയ്യുക എന്നതാണ് പിതൃയജ്ഞത്തിൽ പറയുന്നത്. ഒരിക്കലും അവരുടെ മരണശേഷം അവരോട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്കന്ന് ജീവനില്ല. ജീവനുള്ളപ്പോൾ കാണിക്കുന്നത് മാത്രമാണ് അവർ എന്നും ഓർത്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്നവര് പലരും, എത്ര ആൾക്കാരുണ്ടാവും തന്റെ അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നവര്? എല്ലാ ദിവസവും തന്റെ അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഒരു നേരമെങ്കിലും ഉമ്മ കൊടുക്കുന്ന എത്ര കുട്ടികൾ ഉണ്ടാവും? ഇത്രപ്പാട് ആൾക്കാരുണ്ടല്ലേ? നമുക്കറിയാം, ഇത്രപ്പാട് ആൾക്കാർ, ഈ കുട്ടികൾ മാത്രമാണ് തന്റെ അമ്മയ്ക്കും അച്ഛനും ഉമ്മ കൊടുക്കുന്നത്. ഈ വലുതായാലും ഉമ്മ കൊടുക്കാൻ വേണ്ടി പറ്റൂലേ? നമുക്ക് സാധിക്കും. നമ്മൾ ഈ നേരം കൊടുക്കുന്ന, അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ചുംബനമോ കെട്ടിപ്പിടുത്തവും ആയിരിക്കാം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ള യജ്ഞം എന്നത് നരയജ്ഞമാണ്. നരനെ നാരായണനായിക്കൊണ്ട് സേവിക്കുക എന്നതാണ് നരയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേവനം തന്നെയാണ് നരയജ്ഞത്തിൽ ഉടനീളം പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നതാണ് നരയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലമിച്ഛിക്കാതെ ചെയ്യുന്ന ഏതൊരു സേവനവും നരയജ്ഞത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ സമൂഹം സോഷ്യൽ മീഡിയകളുടെ ലൈക്കിന് വേണ്ടി മാത്രമായിട്ടാണ് സഹായം ചെയ്യുന്നത്. എന്നാൽ ഈ സമയത്ത് നാം ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. അതാണ് സാക്ഷാൽ പരമശിവൻ. ഒരിക്കലും പ്രതിഫലം ഇച്ഛിക്കാതെ സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം കാളകൂടം എന്ന മാരകമായ വിഷം തന്റെ തൊണ്ടയിൽ അടക്കിയത് അദ്ദേഹം ലോക പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇനി നരയജ്ഞത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യമാണ് അന്നദാനം. നമുക്കറിയുന്ന ഒരു കാര്യമാണ് അന്നദാനം, മഹാദാനം. വിശക്കുന്നവന് മാത്രമേ വിശപ്പിന്റെ വില അറിയൂ. വിശക്കുന്നവന് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ മഹത്തായ മറ്റൊരു കാര്യം വേറെ ഇല്ല. ഇനി അടുത്ത് പറയാനുള്ള യജ്ഞം എന്ന് പറയുന്നത് ദേവയജ്ഞമാണ്. ദേവയജ്ഞത്തിൽ പറഞ്ഞിട്ടുള്ളത് നാമജപവും ക്ഷേത്ര ദർശനവുമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തില് നാമജപം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാമജപം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. മാതാപിതാക്കൾ ജപിക്കില്ല, പക്ഷേ കുട്ടികൾ ജപിക്കും. അതായത് യത്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത്പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. അല്ലയോ അർജുന, ശ്രേഷ്ഠന്മാർ എന്താണോ പിന്തുടരുന്നത് അതുതന്നെയാണ് ഈ ലോകവും പിന്തുടരുന്നത്. നീ എന്താണോ ചെയ്യാൻ പോകുന്നത് അതാണ് ഈ ലോകവും പിന്തുടരാൻ പോകുന്നത് എന്നൊരു മഹത്തായ ആശയം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ നാമജപത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ നാമജപത്തിൽ ഏർപ്പെട്ടിട്ട് കാര്യമുള്ളൂ. നിങ്ങളുടെ വഴക്ക് മേടിച്ച് ഒരു 5 മിനിറ്റ് നാമജപത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവർ നിങ്ങളെ അവിടെ കണ്ണു പൊട്ടിക്കുക മാത്രമാണ്. അവർ മറിച്ച് നാമജപത്തിന്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരു അമ്മയും അച്ഛനും ആ കുടുംബത്തിലുള്ള എല്ലാവരും സന്ധ്യാസമയത്ത് ഒരുമിച്ച്
ചടങ്ങ് അത് കുട്ടികളുടെ ഉള്ളിൽ പോലും വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. കാരണം എന്തിനാണ് നാമജപം, എന്താണ് നാമജപം കൊണ്ടുള്ള പ്രാധാന്യം എന്നൊക്കെ കുട്ടികളുടെ ഉള്ളിൽ തന്നെ തോന്നിത്തുടങ്ങും. ഈ സമയത്ത് അവർക്ക് ഹൈന്ദവ മതത്തിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും വർദ്ധിച്ചു തുടങ്ങും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പണ്ട് കാലത്തൊക്കെ സന്ധ്യാസമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമജപത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥാനം ടിവിയും മൊബൈൽ ഫോണുകളും കൈവരിച്ചിട്ടിരിക്കുകയാണ്. കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്ധ്യാസമയത്ത് നാമജപത്തിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് പല സീരിയലുകൾക്കു വേണ്ടിയാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരും 6 മണിക്കുള്ള 7 മണിക്കുള്ള സീരിയലുകൾ കാണുന്നവരായിരിക്കും. 24 മണിക്കൂറിൽ ഒരു 24 മിനിറ്റ് നമ്മൾ ഓരോരുത്തരും നാമജപത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് എനിക്കിവിടെ നിങ്ങളോട് മുന്നിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി അടുത്ത് പറയാനുള്ളത് ക്ഷേത്ര ദർശനത്തെ കുറിച്ചാണ്. ഇവിടെ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന എത്ര ആൾക്കാരുണ്ട്? മാസത്തിൽ ഒരിക്കലെങ്കിലും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന എത്ര ആൾക്കാരുണ്ട്? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നവര്. ബാക്കി എല്ലാവരും വർഷം കൂടുമ്പാണോ ക്ഷേത്രത്തിൽ പോന്നെ? ഓ, കൊല്ലം കൂടുമ്പോ. ഓക്കെ. അതായത് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പോകണം എന്നാ പറയുന്നത്. ക്ഷേത്ര ദർശനം നമുക്ക് ഒരു ആരാധനാലയം മാത്രമല്ല ക്ഷേത്രം എന്ന് പറയുന്നത്, മറിച്ച് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് ക്ഷേത്ര ദർശനം. കാരണം അവിടുന്ന് നിന്ന് കിട്ടുന്ന ചന്ദനഗന്ധങ്ങളായിക്കോട്ടെ, നാമജപങ്ങളായിക്കോട്ടെ, അതുപോലെ മണിയുടെ ശബ്ദമായിക്കോട്ടെ, നമ്മളെയും ദൈവത്തെയും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും നമ്മളും ദൈവവുമായി അലിയിച്ചു ചേർക്കുകയുമാണ് ക്ഷേത്ര ദർശനം ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ ജാതി മത ഭേദമന്യേ ഒരുവന്മാരായി തീരുകയാണ്. അതായത് ക്ഷേത്രത്തിലെ ദൈവം നമ്മുടെ ദേവന്മാരും നമ്മളൊക്കെ അവരുടെ ശിഷ്യന്മാരുമായി മാറുകയാണ്. ഇന്നത്തെ സമൂഹം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിക്കുമ്പോൾ ആരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. സത്യത്തിൽ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് മഹത്തായ ഒരു സമൂഹത്തെ തന്നെ വാർത്തിയെടുക്കാൻ സാധിക്കും എന്നതാണ് സത്യം. ഇനി അവസാനമായി പറയാനുള്ള യജ്ഞം എന്ന് പറയുന്നത് ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞത്തിൽ പറയുന്നത് ജീവജാലങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നതാണ്. ജീവജാലങ്ങൾക്ക് നമുക്കറിയാം, ഇനി വരാൻ വേണ്ടി പോകുന്നത് ചൂടുള്ള കാലമാണ്. ആ സമയത്ത് നമുക്ക് ജീവജാലങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ, അതായത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് നമ്മുടെ വീടിന്റെ പരിസരത്തിൽ വെക്കുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ്. ഈ പറയുന്ന സമയത്ത് നമുക്കറിയാം, തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിൽ കോലം വരക്കുക സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കോലം വരയ്ക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത് സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണെന്നാണ്. പക്ഷേ കോലം എന്ന് പറയുന്നത് കേവലം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മാത്രം നിലകൊള്ളുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഉറുമ്പുകൾക്ക് നൽകുന്ന ആഹാരം കൂടിയാണ് കോലം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ജീവജാലങ്ങൾക്ക് നൽകുന്ന സേവനമാണ് അല്ലെങ്കിൽ യജ്ഞമാണ് ഭൂതയജ്ഞത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് മാലിന്യ വിമുക്തമായ ഒരു കേരളം അല്ലെങ്കിൽ ഒരു ലോകം നൽകുക എന്നതാണ് ഭൂതയജ്ഞത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള 5 കടമകൾ, അതായത് അറിവിനെ ആദരിക്കുക, ആത്മീയത വളർത്തുക, മനുഷ്യനെ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ഇത്തരത്തിലുള്ള 5 കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനെ ഒരു ചെറിയ കൈലാസമാക്കി മാറ്റാൻ കഴിയുമെന്നത് യാതൊരു നിസ്സംശയം കൂടാതെ പറയാൻ സാധിക്കും. ഇത്രയും മഹത്തായ ഒരു വേദിയിൽ ഞാൻ ഒരു ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. കാരണം ഭഗവത്ഗീത എന്നത് ജാതി മത ഭേദമന്യേ ഏതൊരു മനുഷ്യന്മാർക്കും വായിക്കാനും പ്രായഭേദമന്യേ ഏതൊരു മനുഷ്യന്മാർക്കും വായിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. ഭഗവത്ഗീത എന്തുകൊണ്ടാണ് മഹത് ഗ്രന്ഥം എന്ന് പറയുന്നത് ചോദിച്ചാൽ ഇതൊരു ജാതിയിൽപ്പെട്ടവർക്കോ മതത്തിൽപ്പെട്ടവർക്കോ വായിക്കാമെന്ന് പറയുന്നില്ല. കാരണം ഇവിടെ പറയുന്നത് ഭഗവത്ഗീത എന്നത് ഒരു മനുഷ്യകുലത്തിൽപ്പെടുന്നവര്, മനുഷ്യ ജാതിയിൽപ്പെടുന്നവര് വായിക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. ഭഗവത്ഗീതയെ കുറിച്ച് പറയുകയാണെങ്കിൽ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത.
എന്നാൽ ഇതൊരു കഥയാണോ? അല്ല. കവിതയാണോ? അല്ല. പിന്നെ എന്താണ്? നമ്മുടെ സൈക്കോളജിയുമായി കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും മഹത്തായ, നമ്മുടെ ചോദ്യോത്തരത്തിനുള്ള ഉത്തരങ്ങൾ പ്രതിപാദിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ കുടുംബാംഗങ്ങളോട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ അവിടെ വില്ലാളി വീരനായ അർജുനൻ പതറിപ്പോയി, പകച്ചുപോയി. ഇനി ഞാൻ എന്തു ചെയ്യും കൃഷ്ണ? ഞാൻ എങ്ങനെ എൻ്റെ കുടുംബക്കാരെ നേരിടും എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ അർജുനന് കൊടുത്തത്, അല്ലയോ അർജുന, നീ നിന്റെ കടമ ചെയ്യൂ, നിന്റെ കർത്തവ്യം നീ നിർവഹിക്കൂ എന്നതാണ്. അതായത് തിന്മയെ തുടച്ചു മാറ്റി നന്മയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കൂ എന്നതാണ് കൃഷ്ണൻ അവിടെ അർജുനന് കൊടുത്ത ഉപദേശം എന്ന് പറയുന്നത്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. ഇവിടെ ഉപനിഷത്തുക്കളെ ഒക്കെ ഒരു കറവ പശുവായി സങ്കല്പിച്ചിരിക്കുകയാണ്. കറവ കുട്ടിയാകട്ടെ കറവ കിടാവാകട്ടെ അർജുനനും. ഈ കറവ പശുവിനെ കറന്നെടുക്കുന്നത് ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അതായത് ഉപനിഷത്തുക്കളാകുന്ന കറവ പശുവിൽ നിന്ന് കറവക്കാരനായ ശ്രീകൃഷ്ണൻ കറന്നെടുക്കുന്ന ഏറ്റവും മഹത്തായ അമൃതാണ് അല്ലെങ്കിൽ പാലാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ച് ഇതിൽ പരം വർണ്ണിക്കാൻ വേറൊരു വ്യക്തിക്ക് സാധിക്കില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഗീത നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യണമെന്നല്ല, എങ്ങനെ ജീവിക്കണമെന്നാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് മാർക്ക് അധിഷ്ഠിതമായിട്ടാണ്. മാർക്കിന് വേണ്ടിയുള്ള മത്സരമാണ് ഇന്ന് വിദ്യാഭ്യാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ എത്രയോ വിദ്യാർത്ഥികൾ ഇന്ന് ആത്മഹത്യയിലേക്ക് കടക്കുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഒരു ആത്മഹത്യയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 100-ൽ 80% വിദ്യാർത്ഥികളും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരാണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്തത്? കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ നേരിടണമെന്ന് അവർക്കറിയില്ല, എങ്ങനെ ഇത് തരണം ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്നാൽ ഗീത പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാനും തരണം ചെയ്യാനും പറ്റൂ എന്നതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും മഹത്തായ വലിയൊരു ആശയം എന്ന് പറയുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു ഗ്രന്ഥമാണ്. കാരണം ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായം അർജുനന്റെ വിഷാദയോഗമാണ്. ഈ വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങുന്ന അർജുനനെയാണ് നമുക്ക് ഭഗവത്ഗീതയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഉത്തരേതാത്മനാത്മാനം ആത്മാനം അവസാദയേ ആത്മേവ ആത്മനോ ബന്ധു ആത്മേവാരിപുരാത്മന. നിന്നെ ഉയർത്താൻ നിനക്കു മാത്രമേ സാധിക്കൂ, നിന്നെ താഴ്ത്താൻ നിനക്കു മാത്രമേ സാധിക്കൂ. നിന്റെ ബന്ധുവും നീയാണ്, നിന്റെ ശത്രുവും നീയാണ്. ഇങ്ങനെയാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യനെ താഴ്ത്തണമെങ്കിലും വിജയിക്കണമെങ്കിലും ആ മനുഷ്യൻ തന്നെ വിചാരിക്കണം. അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ പ്രേരണ മൂലമോ അല്ലെങ്കിൽ വാക്കിന്റെ മൂലമോ ഒരു വ്യക്തിയെ താഴ്ത്താനോ ഉയർത്താനോ കഴിയില്ല. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിനും ജീവിത പരാജയത്തിനും കാരണം ആ മനുഷ്യൻ തന്നെയാണ്. അതായത് ഈശ്വര ചൈതന്യമോ അല്ലെങ്കിൽ ഗുരുവിന്റെ നാമനിർദ്ദേശവും മാത്രം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയരാൻ വേണ്ടി സാധിക്കില്ല. ഒരു നദിയാകുന്ന സമുദ്രം കടക്കണമെങ്കിൽ ആ വ്യക്തി ഒറ്റയ്ക്ക് തുഴയണം. നമുക്ക് വീണവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാം, പക്ഷെ എഴുന്നേറ്റവൻ നടക്കണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം എന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരിക്കലും നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്തെ കൈവിടരുത്. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന ചിന്ത ആത്മഹത്യക്ക് സമമാണ്. ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജനിക്കുന്നത് അവരവരുടേതായ പൊട്ടൻഷ്യൽ കൊണ്ടാണ്. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകൾ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അത് പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് അവരുടെ പരാജയം. നമ്മുടെ കഴിവുകളില്ലാതെ ആരും ഈ ലോകത്ത് ജനിക്കുന്നില്ല, ജീവിക്കുന്നില്ല എന്നൊരു പരമമായ സത്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഉറപ്പായും വിജയിക്കും. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രു നമുക്ക് പുറത്തുള്ളവരല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശത്രു.